ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ലേനയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് വന്നിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ്. അപ്പൊ ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് ജൂലൈ 1 തൊട്ട് 31 വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം ഇതാണ്. നിയോകോല കോബ നാഷണൽ പാർക്ക് റീസെന്റ് സീൻ ഇൻ ദ ന്യൂസ് ഡ്യൂറിംഗ് ജൂലൈ 2026 is located in which country? ഏത് രാജ്യത്താണ് നിയോകോല കോബ നാഷണൽ പാർക്ക്? ഏത് രാജ്യത്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സെനേഗൽ, ഓപ്ഷൻ ബി കെന്യ, ഓപ്ഷൻ സി ബ്രസീൽ, ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ. സോ ഏത് രാജ്യത്താണ്? ദ റൈറ്റ് ആൻസർ ഈ സെനേഗൽ. ഓക്കെ, സോ ഇതാണ് സെനേഗൽ എന്ന് പറഞ്ഞ രാജ്യം കേട്ടോ. അപ്പൊ ഇവിടെയാണ് നിയോകോല കോബ നാഷണൽ പാർക്ക് ഉള്ളത്. അപ്പോൾ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽസിനെ കുറിച്ച് നോക്കാം. സെനേഗൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ഒഫീഷ്യലി ദി റിപ്പബ്ലിക് ഓഫ് സെനേഗൽ ഈസ് എ കൺട്രി ഇൻ വെസ്റ്റ് ആഫ്രിക്ക. വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് സെനേഗൽ എന്ന് പറയുന്നത്. അബൌട്ട് 18 മില്യൺ പീപ്പിൾ ആണ് അവിടെ ഉള്ളത്. ഇറ്റ്സ് ക്യാപിറ്റൽ ആൻഡ് ലാർജസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഡാക്കർ ആണ്. സെനേഗലിന്റെ ക്യാപിറ്റൽ ഡാക്കർ ആണ്. ആൻഡ് ദ കൺട്രി ഗെയിൻ ഇൻഡിപെൻഡൻസ് ഫ്രം ഫ്രാൻസ്. ഫ്രാൻസിൽ നിന്നും ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് 1960-ലാണ്. ആൻഡ് ഈസ് നോൺ ഫോർ ഇറ്റ് സ്ട്രോങ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, റിച്ച് കൾച്ചർ ആൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഫ്രഞ്ച്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദ്യം. Which country hosted the Rim of the Pacific military exercises in July 2020? സോ ഏത് രാജ്യത്താണ് റിം ഓഫ് ദ സ്പെസിഫിക് മിലിറ്ററി എക്സസൈസ് നടന്നത് ജൂലൈ 2026 അല്ലെ? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഓപ്ഷൻ സി ഓസ്ട്രേലിയ, ഓപ്ഷൻ ഡി ജപ്പാൻ. ദ റൈറ്റ് ആൻസർ ഈസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ? ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ആരാണ് എന്നൊന്ന് അറിഞ്ഞാൽ മതി. ഇതാരാണ്? സെക്യൂർ ദ തേർഡ് കോൺസിക്യൂട്ടീവ് കോമൺവെൽത്ത് ഗെയിംസ് ടൈറ്റിൽ ഇൻ ജൂലൈ 2026. അതായത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കോമൺവെൽത്ത് ഗെയിംസിൽ എന്ത് ഒരു തേർഡ് പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് നേടുന്നത്. ആരാണ് എന്നുള്ളതാണ് ചോദ്യം. മീരാബായ് ജാനു, ഓപ്ഷൻ ബി വിദ്യാറാണി ദേവി, ജെറേമി ലാൽഡ്രിംഗ, ഓപ്ഷൻ ഡി അച്ചിന്ത ശൈലി. അപ്പൊ ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, മീരാബായ് ജാനു. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഏതൊക്കെ ടൂർണമെന്റിലാണ്? ഫുൾ നെയിം എന്ന് പറയുന്നത് സൈക്കം മീരാബായ് ജാനു എന്നുള്ളതാണ്. വിമൻസിന്റെ 48 kg വെയിറ്റ് ലിഫ്റ്റിംഗിലാണ് ഇവന്റ്. അപ്പൊ ലൊക്കേഷൻ സ്കോട്ട്ലാൻഡ് ആണ്. പെർഫോമൻസ് ലിഫ്റ്റഡ് 85 kg ഇൻ സ്നാച്ച് ആൻഡ് 105 kg ഇൻ ക്ലീൻ ആൻഡ് ജെർക്ക്. സെറ്റിംഗ് ന്യൂ ഗെയിംസ് റെക്കോർഡ്സ്. പ്രീവിയസ് ഗോൾഡ് വിൻ എന്ന് പറയുന്നത് ഗോൾഡ് കോസ്റ്റ് 2018 ആൻഡ് ബിർമിംഗം 2022. ഓക്കെ, അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. ഹു വാസ് നെയ്മഡ് പ്ലെയർ ഓഫ് ദ സീരീസ് ഡ്യൂറിംഗ് ഇന്ത്യസ് T20 ക്രിക്കറ്റ് ടൂർ ഇൻ ജൂലൈ 2026? അല്ലെ? അപ്പൊ ഓപ്ഷൻ എ ശുഭ്മാൻ ഗിൽ, ഓപ്ഷൻ ബി വൈഭവ് സൂര്യവംശി, ഓപ്ഷൻ സി അഭിഷേക് ശർമ്മ, ഓപ്ഷൻ ഡി റിങ്കു സിംഗ്. വിച്ച് ഇസ് ദ റൈറ്റ് ആൻസർ? വൈഭവ് സൂര്യവംശി ആണ് അല്ലെ? Yes, Vaibhav Suryavanshi is a record-breaking Indian cricket. At just 13 years old, 13 വയസ്സിൽ തന്നെ he became the youngest player to secure an IPL contract when signed by the Rajasthan Royals. 13 വയസ്സിലാണ് IPL contract sign ചെയ്യുന്നത്. He held multiple global and domestic batting records for his explosive style and youth milestone. And youngest centurion ആണ്. Scored 101 of 38 balls against Gujarat Titans at 14 years and 32 days old ആകുമ്പോഴാണ് 101 സ്കോർ ചെയ്തത്. മോസ്റ്റ് സിക്സസ് IPL സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ചത് ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. സ്മാഷസ് 72 6 in the 2026 season, breaking Chris Gayle long-standing record. Fastest T20 1000 runs, reached 1000 career T20 runs in just 473 balls, the fastest by balls faced in cricket history. അതുപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ IPL സെഞ്ചുറിയും ആരുടെ പേരിൽ തന്നെയാണ്? വൈഭവ് സൂര്യവംശിയുടെ പേരിൽ തന്നെയാണ്. അടുത്തത് ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് റെക്കോർഡ്സ് ആണ്. ഫാസ്റ്റസ്റ്റ് ലിസ്റ്റ് എഫിറ്റ് സ്കോർഡ് a 11 ball half century for India against ശ്രീലങ്ക in June 2026. അതുപോലെ തന്നെ അണ്ടർ 19 വേൾഡ് കപ്പ് സ്റ്റാർ ആണ്. യങ്ങസ്റ്റ് T20 സീരീസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? യങ്ങസ്റ്റ് ഡിപെൻഡന്റ്. ഓക്കെ,
ഇത്രയും റെക്കോർഡുകളാണ് വൈഭവ് സൂര്യവംശിയുടെ പേരിൽ ഉള്ളത് കേട്ടോ. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. ഇന്ത്യ റീസെന്റ് ഹോസ്റ്റഡ് ദ ബ്രിക്സ് വിമൻ മിനിസ്ട്രിയൽ മീറ്റിംഗ്. ഇത് എവിടെയാണ് നടന്നത് എന്നുള്ളതാണ് ചോദ്യം. ജൂലൈ 2026 ഇൻ വിച്ച് സിറ്റി? ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി കൊച്ചി, ഓപ്ഷൻ ഡി ബാംഗ്ലൂരു. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് കൊച്ചി. കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു ബ്രിക്സ് നടന്നത്. 8 to 9 ജൂലൈ 2026 കൊച്ചി, ഇന്ത്യ. ഓക്കെ ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിൽ. ഓക്കെ അടുത്ത ചോദ്യം. ഹു വോൺ ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് അറ്റ് ദ 72nd നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബ്രഹ്മയുഗം? അപ്പോ ബ്രഹ്മയുഗത്തിൽ ആരായിരുന്നു? ഇത് ക്വസ്റ്റ്യനിൽ നമുക്കറിയാം, ഓപ്ഷൻസിന്റെ ആവശ്യമില്ല. ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മമ്മൂട്ടി അല്ലെ. മമ്മൂട്ടി വോൺ ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് അറ്റ് ദ 72nd നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബ്രഹ്മയുഗം. ഓക്കെ അടുത്തത് ഏഴാമത്തെ ചോദ്യം. വേൾഡ് പോപ്പുലേഷൻ ഡേ ഈസ് ഒബ്സർവ്ഡ് എവറി ഇയർ ഓൺ ഏത് ഡേ ആണ് വേൾഡ് പോപ്പുലേഷൻ ഡേ എന്നുള്ളതാണ് ചോദ്യം. ജൂലൈ 5 അല്ല എന്നറിയാം, ജൂലൈ 15 അല്ല എന്നറിയാം, ജൂലൈ 20 അല്ല എന്നറിയാം. ദ റൈറ്റ് ആൻസർ ഈസ് ജൂലൈ 11 അല്ലെ. ജൂലൈ 11 ഈസ് ദ റൈറ്റ് ആൻസർ. വേൾഡ് പോപ്പുലേഷൻ ഡേ ഈസ് ഒബ്സർവ്ഡ് എവറി ഇയർ ഓൺ ജൂലൈ 11. അടുത്ത ചോദ്യം എട്ടാമത്തെ ചോദ്യം. വിച്ച് ഓപ്പറേഷൻ വാസ് അസോസിയേറ്റഡ് വിത്ത് ഇന്ത്യസ് മിലിറ്ററി റെസ്പോൺസ് ഡ്യൂറിംഗ് ദ കാർഗിൽ വാർ? ഓപ്ഷൻ എ ഓപ്പറേഷൻ മേഘ്ദൂത്, ഓപ്ഷൻ ബി ഓപ്പറേഷൻ വിജയ്, ഓപ്ഷൻ സി ഓപ്പറേഷൻ കാക്ടസ്, ഓപ്ഷൻ ഡി ഓപ്പറേഷൻ പരാക്രം. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്പറേഷൻ വിജയ് ആണ് അല്ലെ. വിച്ച് ഓപ്പറേഷൻ വാസ് അസോസിയേറ്റഡ് വിത്ത് ഇന്ത്യസ് മിലിറ്ററി റെസ്പോൺസ് ഡ്യൂറിംഗ് ദ കാർഗിൽ വാർ? ഓപ്പറേഷൻ വിജയ്. ഓക്കെ അടുത്ത ചോദ്യം ഒൻപതാമത്തെ ചോദ്യം. വിച്ച് ഇന്ത്യൻ പ്രൈവറ്റ് റോക്കറ്റ് സക്സസ്ഫുള്ളി റീച്ച്ഡ് ലോ എർത്ത് ഓർബിറ്റ് ഇൻ ജൂലൈ 2026? ഓപ്ഷൻ എ അഗ്നിബാൻ, ഓപ്ഷൻ ബി വിക്രം 1, ഓപ്ഷൻ സി SSLV-D4, ഓപ്ഷൻ ഡി പൃഥ്വി 1. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് അല്ലെ. വിക്രം 1 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം അവസാനത്തെ ചോദ്യം പത്താമത്തെ ചോദ്യം. ദ 2026 FIFA World Cup was jointly hosted by option A USA, Canada, Mexico, option B USA, Brazil, Mexico, option C Canada, Brazil and USA, option D Mexico, Argentina and USA. The right answer is ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്, USA, കാനഡ, മെക്സിക്കോ. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് 2026 FIFA വേൾഡ് കപ്പ് jointly hosted by. ഓക്കെ സോ നമ്മള് 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.